ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായി തന്നെ ഇരിക്കുന്നു. എങ്ങനെ പോകുന്നു എല്ലാവരുടെയും നാട്ടിലെ ചൂടും കാര്യങ്ങളും ഒക്കെ? ഇപ്പം ഞങ്ങൾക്ക് മഴ കിട്ടി തുടങ്ങി കേട്ടോ. ഇന്നലെയൊക്കെ മഴ പെയ്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കൂളിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ദേ ഞങ്ങളിത് വേളാങ്കണ്ണിക്ക് പോയ കുറച്ച് വീഡിയോ ക്ലിപ്സാണ് കേട്ടോ. അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒരു കുഞ്ഞ് 6 മിനിറ്റ്സ് 7 മിനിറ്റ്സ് വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. ദേ വേളാങ്കണ്ണിയിൽ പോകുന്ന വഴിക്ക് കണ്ട ഒരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. നിറച്ചാടും മയിലും. എന്ത് രസമാണല്ലേ തമിഴ്നാട്, നല്ല ഗ്രീനറിയും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മളുടെ കേരളത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിറച്ചിപ്പോൾ എന്താണ് ദിവസവും വലിയ വലിയ ബിൽഡിങ്ങും ഫ്ലാറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് സൂചി കുത്താനും കാല് കുത്താനും സ്ഥലമില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ. ഇവിടെയാണെങ്കിൽ നിറച്ച് ഗ്രീനറിയും കുറേ പ്ലെയിൻ ലാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ ദേ ഞങ്ങൾ ആടിനെ കാണാൻ പോവാണ് കേട്ടോ. എൻ്റെ കൊച്ചിന് എവിടെ ആട് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാലും അപ്പോൾ ഇറങ്ങണം. അതിപ്പോൾ ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും ആടിനെ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി ഒന്ന് ഓമനിക്കുക എന്നുള്ളത് കൊച്ചിന് കുഞ്ഞുനാളിൽ തൊട്ടേ അവൾക്ക് ആടിനെയും ഈ പെറ്റ്സിനെയും ബേഡ്സിനെയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അത് നല്ലൊരു ശീലവും സ്വഭാവവും ഒക്കെ ആണല്ലോ. ഇതിനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു മനസ്സുള്ളവർക്കാണല്ലോ ആനിമൽസിനെയൊക്കെ നമ്മൾ ഉപദ്രവിച്ചില്ലെങ്കിലും അതിനെ സ്നേഹിക്കുക. അതാണ് നല്ലത് അല്ലേ. മൃഗങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നവരെയൊക്കെ മനുഷ്യന്മാരെ സ്നേഹിക്കാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പം ആർക്കും ഒന്നും തോന്നണ്ട, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രകൃതിയെയും മൃഗങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ദേ പോയ വഴിക്ക് നിറച്ചു മുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു, പിന്നെ മുള്ളുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഓർത്തു നമ്മളുടെ നാട്ടിലെ ടച്ച് മീ നോട്ട് പ്ലാന്റ് പോലെ എന്തോ മുള്ളാന്ന് കരുതി. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോളൂടെ വരുന്നെന്ന് പറഞ്ഞു. വന്ന വഴി അവൾക്ക് മുള്ള് കാലിൽ കൊണ്ടുവെന്നും പറഞ്ഞ് അവൾ അങ്ങ് തിരിച്ചു പോയി. പക്ഷേ എൻ്റെ മോൾക്ക് ആടിനെ കണ്ടേ തീരൂ. അങ്ങനെ എന്നാൽ പൊയ്ക്കളയാമെന്ന് വിചാരിച്ച് ഞാനും പോയി കേട്ടോ. ആടേതായാലും ഭയങ്കര പാവ ആടുകളായിരുന്നു. നമ്മളെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തില്ല കേട്ടോ. അവിടെ നിന്ന് ചേട്ടനും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പൊക്കോ. അപ്പോൾ ഇങ്ങനെ ഒരു വേലി കെട്ടി അതിനകത്തിൽ എല്ലാവരെയും കൂടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അവരെല്ലാവരും ഈ മുള്ളാണെന്ന് തോന്നുന്നു കഴിക്കുന്നത്. നമ്മളുടെ നാട്ടിൽ ആടുകൾക്ക് ഈ തൊട്ടാവാടി ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ എന്തോ മുള്ളാന്ന് കരുതി കേട്ടോ ഞാനും ഇറങ്ങി നടന്ന്. എൻ്റെ കാലിലും കൊണ്ടു, പക്ഷെ നല്ല വേദനയുണ്ടായിരുന്നു. കൊച്ചിൻ്റെ കാലിൽ ഏതായാലും കൊണ്ടില്ല. സ്ലിപ്പറിലോട്ട് ഇങ്ങനെ ജസ്റ്റ് കയറി ഒന്ന് സ്കിന്നിലോട്ട് ടച്ച് ചെയ്തതേ ഉള്ളൂ, മുറിഞ്ഞൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞു കേട്ടോ, ഇത് തിരിച്ചു പോയി ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇത് വിഷമുള്ളാണ് അങ്ങനെ എന്തോ പറഞ്ഞു. തമിഴായതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ സേഫായിട്ട് തിരിച്ച് വീട്ടിലെത്തി സേഫായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ദേ ആടിനെയൊക്കെ കണ്ട് ഞങ്ങൾ അവിടുന്ന് മടങ്ങി കേട്ടോ. പോകുന്ന വഴിക്ക് നിറച്ചും കൃഷിയായിരുന്നു കേട്ടോ. ഈ കൃഷിയുടെ ഇടയ്ക്ക് കുഞ്ഞു വീടുകളൊക്കെ കാണാൻ എന്ത് രസമാണല്ലേ. നമ്മൾക്ക് തോന്നും അയ്യോ പാവം അവർക്ക് എന്തൊരു കഷ്ടപ്പാടാണോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനൊന്നുമില്ല. അവരതുകൊണ്ട് നല്ല ഓക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നതെന്ന് അവരോട് സംസാരിച്ചപ്പം മനസ്സിലായി. അറിയാവുന്ന തമിഴൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയെടുത്തു. അവരവിടെ നല്ല സംതൃപ്തരായിട്ടാണ് അവരവിടെ ജീവിക്കുന്നത് കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇനി കേരളത്തിലെ ഫുഡ് മാത്രമേ പറ്റൂ എന്നുള്ളവർ ഇൻഡക്ഷനോ ഗ്യാസ് സ്റ്റൗവോ ഒക്കെ കൊണ്ടുവന്നത് നല്ലതായിരിക്കും. മാക്സിമം വെള്ളവും ആഹാരവും ഒക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ബെറ്റർ. അവിടുത്തെ ഫുഡ് പറ്റാത്തവരുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്തോളൂ. ഞാൻ ഫസ്റ്റ് ടൈം പോയപ്പോൾ ഒന്നും കൊണ്ടുപോയില്ല. അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഹോട്ടൽ കണ്ടുപിടിക്കാനും ഒക്കെ പാടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷെങ്കിൽ ചില സമയങ്ങളിൽ നമ്മളൊന്ന് വട്ടം കറങ്ങി പോവും. ഗൂഗിളും നമ്മളെ ചതിക്കുമല്ലോ. അപ്പോൾ ദേ പോയ വഴിയിൽ മയിലിനെ കണ്ട് പിള്ളേർ അതിൻ്റെ പുറകെ ഓടിയതാണ് കേട്ടോ. ഞാൻ പലതവണ വേളാങ്കണ്ണി പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു വടയും ചായയും കഴിച്ച ബേക്കറി വേറെ ഉണ്ടായിട്ടില്ല കേട്ടോ. കുഞ്ഞു ബേക്കറിയൊക്കെ ആയിരുന്നെങ്കിലും ഇത് കോയമ്പത്തൂർ അടുത്താന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാം കേട്ടോ അതിൻ്റെ സ്ഥലം. ദേ ഇവിടെയാണ് കേട്ടോ. അടിപൊളി വടയും അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. ഇത്രയും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളത് ഞാൻ എങ്ങൊന്നും കഴിച്ചിട്ടും കുടിച്ചിട്ടുമില്ല കേട്ടോ. ഇത് നമ്മുടെ വേളാങ്കണ്ണിയിൽ എത്തി. നമ്മൾ വേളാങ്കണ്ണി പള്ളിയുടെ തന്നെ ക്യാൻറ്റീനാണ് കേട്ടോ.
നമ്മളിനി ഇവിടുന്ന് നേരെ നടന്ന് നമ്മളുടെ റൂമിൻ്റെ ഭാഗത്തോട്ടാണ് പോകുന്നത്. നമ്മളുടെ പള്ളിയുടെ തന്നെ റൂമിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് കേട്ടോ. അതിൻ്റെ മുറ്റത്ത് ദേ നിറച്ച ആടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് താമസിക്കുന്നവർ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ അവിടെ കുറേ പേരിങ്ങനെ മുറ്റത്ത് തന്നെ ഇട്ട് കുക്ക് ചെയ്യുന്നതും ഒക്കെ കണ്ടു. ദേ കുഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ കാണുകയാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ അത്ഭുത കാഴ്ചയും കാര്യങ്ങളും ഒക്കെയാണല്ലോ. അങ്ങനെ ദേ നമ്മൾ നടന്ന് വീണ്ടും പള്ളിയിലോട്ട് പോവാണ്. പോകുന്ന വഴി ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് കയറി നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയ വഴി ആളുകൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടു. പിന്നെ അവർ ഇതേ കോലം വരച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയിൽ വരച്ചിരിക്കുന്നു. നമ്മളുടെ നാട്ടിലുള്ളതുപോലെ തന്നെ നിറച്ച് പൂക്കളുമായിട്ട് വേണ്ടി ഈ ചെടി ഇവിടെ നിൽപ്പുണ്ട്. എൻ്റെ നാട്ടിൽ ഇതിന് ശവന്നാറി പൂക്കൾ എന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ നാട്ടിൽ അങ്ങനെയാണ് പറയുക. ഇത് ദേ അവിടുത്തെ ജോലിക്കാർ താമസിക്കുന്ന സ്ഥലമാണോന്നറിയില്ല. കുറച്ച് പഴയ ബിൽഡിംഗ് ആയിരുന്നു. ഈ ബ്ലൂ കളറിലൊക്കെ കാണുന്നത് പള്ളിയുടെ തന്നെ താമസ സ്ഥലങ്ങളാണ് കേട്ടോ. പള്ളിയുടെ തൊട്ടടുത്ത് നിറച്ച് ഹോട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് പള്ളിയുടെ അവിടെ താമസിക്കണ്ടെങ്കിൽ പുറത്ത് പോയി താമസിക്കാം. അങ്ങനെ നമ്മൾ ശരവണാഭവനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടുത്ത്. നമ്മളുടെ നാട്ടിലെ പോലെ തന്നെ ദോശയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അവിടെയും. എന്നാലും നമ്മൾ ഫസ്റ്റ് ടൈം പള്ളിയുടെ ക്യാൻറ്റീനിൽ കയറാമെന്ന് കരുതി അവിടെയാണ് കേട്ടോ കയറിയത്. ഞാൻ ദോശയാണ്, വളരെ പ്രതീക്ഷയോടെ ദോശയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഓരോ നാട്ടിലും ഓരോ രീതിയും കുക്കിങ്ങും ഒക്കെ ഓരോ രീതിയിലാണല്ലോ. അതുകൊണ്ട് അത്ര രസം ഉണ്ടായില്ല കേട്ടോ, അത്ര രസം ഉണ്ടായില്ല. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങളൊക്കെ പോകുമ്പോൾ പുറത്ത് ഒരു ശരവണാഭവൻ കണ്ടു, മലയാളികളൊക്കെ ആണെങ്കിൽ അവിടെ കയറി കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നല്ല അവിടെ അത്യാവശ്യം നമ്മളുടെ കേരളത്തിലെ പോലെ തന്നെ ഫുഡാണ്. കേരള ശരവണാഭവൻ പോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ദേ ഇത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മളുടെ റൂമിൻ്റെ ഭാഗത്ത് വന്നതാണ്. പിന്നെ എല്ലാവരെയും കൂട്ടി നമുക്കിനി നേരെ പള്ളിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പള്ളിയിൽ പോയി ഇനി സ്വസ്ഥമായിട്ടിരുന്നൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതുപോലെ പിള്ളേർക്ക് അവധിയൊക്കെയുള്ള സമയം പള്ളിയിൽ പോകുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. നമുക്ക്